ത്രിയേക ദൈവത്തിന് സ്തുതി. നമ്മുടെ 2024 8 നോമ്പ് ധ്യാന യോഗത്തിൻ്റെ കടൈശി യോഗം, അവസാനത്തെ യോഗത്തിലേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുകയാണ്. ഇന്നത്തെ ഈ യോഗം പരിശുദ്ധ ദൈവമാതാവിൻ്റെ മധ്യസ്ഥതയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായ കുടുംബ ജീവിതത്തിലേക്കുള്ള ചിന്തയിലേക്ക്, ആ ചിന്തയിലൂടെ യാത്ര ചെയ്യാൻ തക്കവണ്ണമാണ് ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത്. നമുക്കറിയാം, ഈ ലോകത്ത് ഒരു ക്രൈസ്തവന് മാതൃകയാക്കാൻ പറ്റുന്ന കുടുംബം നസ്രത്തിലെ കുടുംബം. ഒരിക്കലും ഒരു കൊച്ചു പയ്യൻ അവൻ തന്റെ മാതാപിതാക്കളോട് ഒരു ചോദ്യം ചോദിച്ചു. അവന്റെ വീട്ടിലും ഒരപ്പനുണ്ട്, ഒരമ്മയുണ്ട്, ഒരു മകനും. അവന് വേദപാഠ ക്ലാസ്സിൽ പോയപ്പോൾ കിട്ടിയ ബോധ്യമാണ്, നസ്രത്തിലെ കുടുംബത്തിലും ഒരപ്പനും ഒരമ്മയും ഒരു മകനും. ആ കുടുംബത്തെ തിരുക്കുടുംബം എന്നാണ് വിളിച്ചത്. അവൻ അവന്റെ അമ്മയോട് ഒരു സംശയം ചോദിച്ചു. അമ്മേ, നസ്രത്തിലെ തിരുക്കുടുംബത്തിലും ഒരപ്പനും ഒരമ്മയും ഒരു മകനുമാണ് ഉണ്ടായിരുന്നത്. അത് തിരുക്കുടുംബമായി. നമ്മുടെ കുടുംബത്തിലും ഒരപ്പനും ഒരമ്മയും ഒരു മകനുമാണുള്ളത്. എന്തുകൊണ്ടാണ് നമ്മുടെ കുടുംബം തിരുക്കുടുംബമാകാത്തത്? ഒരു വലിയ ചോദ്യമാണ്. എന്തുകൊണ്ടാണ് നമ്മുടെ കുടുംബം തിരുക്കുടുംബം ആകാത്തത്? പ്രിയപ്പെട്ടവരെ, ഈ വിഷയത്തിലേക്ക് അന്വേഷിച്ചു പോകുമ്പോൾ നമുക്ക് സഹായകരമായ ഒരു വേദഭാഗം ഇന്ന് സന്ധ്യയിൽ ചർച്ച ചെയ്യാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. വേദപുസ്തകത്തിലെ ഏറ്റവും മനോഹരമായ ഒരു വേദഭാഗമാണ് വെളിപാട് പുസ്തകം. വെളിപാട് പുസ്തകം വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ അല്പം ശ്രദ്ധ പുലർത്തണം. അങ്ങനെയെങ്കിലേ അതിന്റെ മർമ്മം നമുക്ക് കിട്ടുകയുള്ളൂ. വെളിപാട് പുസ്തകത്തിൽ നമ്മുടെ ആത്മീയ ജീവിതത്തിന് ആവശ്യമായ ഒരുപാട് മർമ്മങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഇന്ന് ഈ കുടുംബ ജീവിതത്തിൽ, നസ്രത്തിലെ തിരുക്കുടുംബത്തിലേക്ക് നമ്മുടെ കുടുംബങ്ങളെ ഉയർത്താനുള്ള ഈ ശുശ്രൂഷയിൽ നമുക്ക് വെളിപാട് പുസ്തകത്തിൽ നിന്ന് ഒരു ഭാഗം ധ്യാനിക്കാം. ശുദ്ധമുള്ള യോഹന്നാനുണ്ടായ വെളിപാട് 2-ാം അധ്യായം 4-5 വാക്യങ്ങൾ. ശുദ്ധമുള്ള യോഹന്നാൻ ശ്ലീഹായ്ക്കുണ്ടായ വെളിപാട് 2-ാം അധ്യായം 4-5 വാക്യങ്ങൾ. എങ്കിലും നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്നൊരു കുറ്റം നിന്നെ കുറിച്ച് പറയുവാനുണ്ട്. നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്ന് ഓർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. അല്ലാതിരുന്നാൽ ഞാൻ വരികയും നീ മാനസാന്തരപ്പെടാതിരുന്നാൽ നിന്റെ നിലവിളക്ക് അതിന്റെ നിലയിൽ നിന്ന് നീക്കുകയും ചെയ്യും. പ്രിയപ്പെട്ടവരെ, ഈ വേദഭാഗം വെളിപാട് പുസ്തകം 2-ാം അധ്യായത്തിൽ നിന്ന് നമ്മൾ കാണുന്നതാണ്. എഫെസസിലെ സഭയോടുള്ള പ്രതിപാദനം. എഫെസസിലെ സഭ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ യോഹന്നാൻ ശ്ലീഹ പരിശുദ്ധ ദൈവമാതാവിനെ സ്വീകരിച്ചുകൊണ്ട് പോയി താമസിച്ച ഇടം എഫെസസാണ്. അങ്ങനെ എഫെസസിലെ സഭയെന്ന് പറഞ്ഞാൽ യോഹന്നാൻ ശ്ലീഹായുടെയും ദൈവമാതാവിന്റെയും ഒക്കെ സാന്നിധ്യം കൊണ്ട് ധന്യമായ ഒരിടമാണ്. അങ്ങനെ ഏറ്റവും ധന്യമായ ഇടത്ത് സ്ഥാപിക്കപ്പെട്ടിരുന്ന ആ സഭ വളരെ നന്നായിട്ട് മുമ്പോട്ട് പോയിരുന്നു. അപ്പോൾ യോഹന്നാൻ ശ്ലീഹ അദ്ദേഹം ദ്വീപിലേക്ക് തടവിലാക്കപ്പെട്ട് മാറ്റപ്പെട്ട് ദൈവസ്നേഹത്തിൽ ഉജ്ജ്വലിച്ചു നിന്നപ്പോ അദ്ദേഹം ഇങ്ങനെ അല്പം മാറി നിന്ന് തന്റെ സഭയെ നോക്കി, തന്റെ കുടുംബം പോലെയുള്ള സഭയെ നോക്കി. എന്നിട്ട് തന്റെ കുടുംബം പോലെയുള്ള സഭയെ നോക്കിയിട്ട് സ്വർഗം അദ്ദേഹത്തിന് വെളിപ്പെടുത്തി കൊടുത്ത ഒരു കാര്യമാണ്, ഒരുപാട് നല്ല കാര്യങ്ങൾ എഫെസസ് സഭയ്ക്കുണ്ട്. ആ 2-ാം അധ്യായം 1-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ ഒരുപാട് നല്ല കാര്യങ്ങൾ എഫെസസ് സഭയ്ക്കുണ്ട്. പക്ഷേ
അതിനുശേഷം 4-ാമത്തെ വാക്യത്തിലാണ് പറയുന്നത്, ഇത്രയൊക്കെ നന്മയുണ്ടെങ്കിലും നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞെന്നൊരു കുറ്റം നിന്നെ കുറിച്ച് പറയാനുണ്ട്. പ്രിയപ്പെട്ടവരെ, എങ്ങനെയാണ് കൺസ്ട്രക്റ്റീവായിട്ടുള്ള ക്രിയാത്മകമായിട്ടുള്ള വിമർശനം നടത്തേണ്ടതെന്നുള്ളൊരു മാതൃകയാണ് നമ്മുടെ സമൂഹത്തിലും ദൈവാലയത്തിലും ഒക്കെ പലപ്പോഴും കുടുംബത്തിലും ഒക്കെ പലപ്പോഴും വലിയ മുറിവുണ്ടാകുന്ന കാര്യം എന്നാന്ന് ചോദിച്ചാൽ, ഒരു വിമർശനം നടത്തുന്നതിന്റെ രീതി പോലും നമുക്ക് അറിഞ്ഞുകൂടാറുണ്ട്. ഒരു വിമർശനം നടത്തുമ്പോൾ ആദ്യം ഒരു അഭിനന്ദനം, ആ അഭിനന്ദനത്തോട് ചേർത്ത് ക്രിയാത്മകമായ വിമർശനം. ആ വിമർശനം കൊണ്ട് അവസാനിപ്പിക്കരുത്, അതിന്റെ പ്രതിവിധി എന്താ? അത് ഏറ്റവും നല്ലൊരു മാതൃകയാണ്. എനിക്ക് തോന്നുന്നു നമ്മുടെ ദൈവാലയങ്ങളായാലും സമൂഹത്തിലെ മറ്റിടങ്ങളായാലും കുടുംബമായാലും നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന മനോഹരമായൊരു പാറ്റേൺ. പലപ്പോഴും സംഭവിക്കുന്നത്, നമുക്കൊരു കാര്യം തെറ്റെന്ന് തോന്നിയാൽ ആ മറ്റ് ശരികളെ മുഴുവൻ അവിടെ മാറ്റി വെച്ചിട്ട് ആ തെറ്റിനെ മാത്രം പർവ്വതീകരിക്കുന്ന ഒരു ദുഷിച്ച പ്രവണത അതിന് പൊതുവെ കുടുംബങ്ങളെ തകർക്കുന്നു, ദൈവാലയങ്ങളെ തകർക്കുന്നു, പലതിനെയും തകർക്കുന്നു. അതുകൊണ്ട് ഒരു കൺസ്ട്രക്റ്റീവായിട്ടുള്ള ക്രിറ്റിസിസം, അതിനുള്ള നല്ലൊരു മോഡൽ ഈ റെവലേഷനിൽ കിട്ടുന്നുണ്ട്. അപ്പൊ പ്രിയപ്പെട്ടവരെ, എഫെസസിലെ സഭയെ കുറിച്ച് കുറെ നല്ല കാര്യങ്ങൾ പറഞ്ഞിട്ട് യോഹന്നാൻ ശ്ലീഹ സ്വർഗ്ഗത്തിൽ നിന്ന് കിട്ടിയ ദർശനം പറയുകയാണ്, ഒരു കുറവ് നിന്നെ കുറിച്ച് പറയാനുണ്ട്. ഒന്നാലോചിച്ച് നോക്കിക്കേ, നമ്മളോട് അഭിനന്ദനമല്ലാതെ ഒരു കുറവ് പറഞ്ഞാൽ നമ്മൾ ആരെങ്കിലും ഇഷ്ടപ്പെടും? ഇല്ല. ഒരു കുറവ് നമ്മളോട് പറഞ്ഞാൽ നമ്മൾ ആരും ഇഷ്ടപ്പെടില്ല. സത്യത്തിൽ പുരോഹിതന്മാരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദൗത്യമാണ് പ്രവാചക ദൗത്യം. പ്രവാചക ദൗത്യത്തിൽ ചില കാര്യങ്ങൾ തെറ്റെന്ന് കണ്ടാൽ അത് തിരുത്താനുള്ള ബാധ്യതയുണ്ട്. ആ പ്രവാചക ദൗത്യം നിർവഹിക്കുമ്പോൾ പക്ഷേ പലപ്പോഴും സംഭവിക്കുന്നത്, അതാ പുരോഹിതൻ എന്ന വ്യക്തിയെ നോക്കി അതിന് പ്രതിപകരം ചെയ്യുന്ന രീതിയൊക്കെ പൊതുവെ കാണുന്നു. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഇവിടെ ഒന്നാമത് ഇതൊരു കൺസ്ട്രക്റ്റീവായ ക്രിറ്റിസിസം. എഫെസസിലെ സഭയോട് യോഹന്നാൻ ശ്ലീഹ ഇങ്ങനെ ദൈവത്തിൽ നിന്ന് കിട്ടിയ വെളിപാടിന്റെ പശ്ചാത്തലത്തിൽ മാറി നിന്നിട്ട് പറഞ്ഞു, നിനക്ക് ഒരുപാട് നന്മയുണ്ടെങ്കിൽ നിനക്കൊരു കുറവുണ്ട്, നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഈ ആദ്യ സ്നേഹം എന്ന വാക്ക് കുടുംബജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാക്കാണ്. Being loved എന്നല്ല, being passionately loved. സ്നേഹിക്കപ്പെടുക എന്നല്ല, ഏറ്റവും നിറമുള്ള പാഷനേറ്റ്ലി സ്നേഹിക്കപ്പെടാനായിട്ടാണ് ഒരു കുടുംബത്തെ പരിമേൽപ്പിച്ചയക്കുന്നത്. നിങ്ങൾ അതുവരെ സ്നേഹിച്ചിട്ടുണ്ട്, അതുവരെ നിങ്ങൾ കർത്തവ്യങ്ങളൊക്കെ നിർവഹിച്ചിട്ടുണ്ട്, പക്ഷെ അതിനപ്പുറം പാഷനേറ്റായിട്ട് സ്നേഹിക്കാനായിട്ടാണ് ഒരു കുടുംബ ജീവിതത്തെ നമ്മൾ ക്രമീകരിച്ചയക്കുന്നത്. വാസ്തവത്തിൽ അങ്ങനെ ഈ പാഷനേറ്റായിട്ട് സ്നേഹിക്കാൻ മറന്നു പോകുന്നത് കൊണ്ടാണ് പല കുടുംബങ്ങളും തകർന്നു പോകുന്നത്. അതുകൊണ്ട് ഈ ആഹ്വാനത്തിന് നമ്മുടെ ജീവിതത്തിൽ വലിയ വിലയുണ്ട്. ഇന്ന് ബഹുമാനപ്പെട്ട അച്ഛൻ പറഞ്ഞ ആമുഖത്തിൽ ഇതൊരു ധ്യാനം, ഒരു ക്ലാസ്സും കൂടിയാണ്. ഇന്നെല്ലാവരും അവരവരുടെ കുടുംബങ്ങളോട് ചേർന്നിരിക്കുകയാണ്. ഈ പാഷനേറ്റ്ലി ലൗഡായിട്ടുള്ള സ്നേഹം നഷ്ടപ്പെട്ടു പോകുന്നത് എങ്ങനെയാണ്? ഒന്ന് ആലോചിച്ച് നോക്കൂ. വിവാഹത്തിന് മുൻപുള്ള കാലം, അല്ലെ, വിവാഹത്തിന് മുൻപുള്ള കാലം ഒരുപക്ഷെ സ്വയമായിട്ട് തിരഞ്ഞെടുത്തതാകാം, അല്ലെങ്കിൽ വീട്ടുകാർ കണ്ടുപിടിച്ചതാണെന്നാകാം. രണ്ടായാലും വിവാഹത്തിന് മുൻപുള്ള ഒരു കാലമുണ്ട്. ആ കാലഘട്ടത്തിൽ എന്തോ ഒരു സ്നേഹം, അല്ലേ? കണ്ണുക്കുൾ നീതാൻ, കണ്ണീരിൽ നീതാൻ, കൺമൂടി പാർത്താൻ, നെഞ്ചുക്കുൾ നീതാൻ. എന്തോ ഒരു സ്നേഹം. അതിനിപ്പോ പറയുന്ന പ്രയോഗം ഒലിപ്പിയിരുന്നാണ്. എന്തൊരു സ്നേഹം! ഇടയ്ക്ക് വിളിക്കുന്നു, കുട്ടി കഴിഞ്ഞോ, എന്തൊരു കരുതല്ല, കഴിച്ചോ. സ്നേഹം
തൊട്ടുനോക്കുവാൻ എന്ത് രസം, കവിളിൽ നുള്ളുവാൻ എന്തു രസം. 6 മാസം കഴിഞ്ഞു. പടകാളി ചണ്ടിപ്പോക്കിരി മാറ്റിരി ഭഗവതി അടിയോളം തിരികെ. എവിടെയാണ് ഈ പാഷനേറ്റായിട്ടുള്ള സ്നേഹം നഷ്ടപ്പെട്ടത്? ഇതൊരു വലിയ ചോദ്യമാണ്. അതിന് പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വിവാഹ കുദാശയിൽ അതിന് കൃത്യമായ ഒരു ഡെഫിനിഷൻ ഉണ്ട്. നമുക്കറിയാം, നമുക്കൊരു ചെറുക്കനും പെണ്ണും തമ്മില് വിവാഹിതനാകാൻ, കുടുംബമാകാൻ തീരുമാനിക്കുന്നത് നമുക്കറിയാവുന്നതുപോലെ ഇഷ്ടം കൊണ്ടാണ്, ഇല്ലേ? ഒരു ചെറുക്കനെ ഒരു പെണ്ണ് കാണാനായിട്ട് ചെറുക്കൻ വന്നു. അതിനുശേഷം ആ ചെറുക്കൻ വീട്ടിലേക്ക് ചെന്ന് കഴിയുമ്പോ വീട്ടുകാർ അവനോട് ചോദിക്കുന്നത്, നീ പെണ്ണിനെ സ്നേഹിച്ചോ എന്നല്ല, പിന്നെ എന്നെ ചോദിച്ചേ, പെണ്ണിനെ ഇഷ്ടമായോ? അതാണ് ചോദ്യം. ഈ ചെറുക്കന് ഇതേ ചോദ്യം തന്നെ ആ വീട്ടിലും ആവർത്തിക്കുന്നുണ്ട്. തിരിച്ച് നിനക്ക് അവനെ ഇഷ്ടമായോ? പ്രിയപ്പെട്ടവരെ, ഈ ഇഷ്ടമായോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം പറയുമ്പോൾ പല പല കാരണം കാണും ഇഷ്ടം കാണാൻ, അല്ലേ? ചിലപ്പോ ആ പയ്യൻ അന്ന് വരുമ്പോ ആ പയ്യന്റെ നല്ല പുൽകാൻ താടിയായിരിക്കും, ആ മുഖത്തിന് നല്ല ഇണക്കമുള്ള നല്ല പുൽകാൻ താടി. ഒരുപക്ഷെ അവന്റെ തലമുടി അന്ന് ചീകി വെച്ചിരിക്കുന്ന അതിമനോഹരമായ രീതിയായിരിക്കും. ഒരുപക്ഷെ അവന്റെ കൃതാവിന്റെ ഷേപ്പായിരിക്കും. അങ്ങനെ ഒരു മനുഷ്യന് വേറൊരാളെ ഇഷ്ടപ്പെടാൻ ഒരുപാട് കാരണങ്ങളാണ്. തിരിച്ചു ഒരിക്കല് ഒരു വിവാഹം ഇങ്ങനെ നടന്നു. ഈ വിവാഹം രജിസ്റ്റർ ഓഫീസിൽ നടന്ന വിവാഹമാണ്. രണ്ടുപേരും ഒരുപാട് നാളുകൾ പരസ്പരം സ്നേഹിച്ചു. അങ്ങനെ സ്നേഹിച്ച് നടന്ന വിവാഹം, ആ വിവാഹമൊക്കെ നടന്ന് എല്ലാ ആളുകളും ഒക്കെ പിരിഞ്ഞു കഴിഞ്ഞപ്പോ ഈ ഭർത്താവും ഭാര്യയും ഒരുമിച്ചിരിക്കുക. അപ്പൊ സംസാരം ആരംഭിക്കണമല്ലോ. അതുകൊണ്ട് ആദ്യം ഭർത്താവാണ് സംസാരിച്ചത്. ഞാൻ നിന്നെ കാണാൻ വന്നപ്പോ നീ അന്ന് കാപ്പിയുമായിട്ട് എന്റെ അടുക്കലേക്ക് വന്നപ്പോ നിന്റെ ആ മനോഹരമായ തലമുടി, പ്രത്യേകിച്ച് അതിന്റെ നീളം ഏതാണ്ട് നിലം വരെ മുട്ടുന്നത്ര നീളമുള്ള മനോഹരമായ തലമുടി, അതാണ് എന്നെ ആകർഷിച്ചത്. നമ്മളോടൊരു കാര്യം ഇങ്ങോട്ട് പോഷകം പറഞ്ഞാൽ അങ്ങോട്ടും പറയണമല്ലോ. അപ്പോൾ ഈ ഭാര്യ പറഞ്ഞു, അങ്ങയുടെ എന്നെ കാണാൻ വന്നപ്പോഴും അതിനു മുമ്പ് ആ മനോഹരമായ മുല്ലമുട്ട് പോലെയുള്ള പല്ലുകളാണ് എന്നെ ആകർഷിച്ചത്. ഈ എക്ടസി ഒരു പദമുണ്ട്, സ്നേഹത്തിന് എക്ടസി. അതായത് നമ്മൾ ആ സമയത്ത് എന്താ ചെയ്യുന്നതെന്നും അറിയാൻ പാടില്ല. അങ്ങനെ ഒരു സന്ദർഭത്തിൽ ഈ ആണ് ഈ അഭിനന്ദനം കേട്ടപ്പോ വായിൽ നിന്ന് ആ പല്ലം ഊരിയിട്ട് അവിടെ കൊടുത്തു, ഇന്നപ്പിച്ചു. അവൾ ഉടനെ തലേന്ന് തിരുപ്പനായിരുന്നു, അത് ഊരി അപ്പുഴയുടെ കയ്യിൽ കൊടുത്തു. അപ്പൊ ഞാൻ പറഞ്ഞു വെച്ചത്, ഇഷ്ടപ്പെടാൻ പല കാര്യങ്ങളുമാണ്. പക്ഷെ ആ ഇഷ്ടത്തിൽ അധികകാലം മുമ്പോട്ട് പോകാൻ പറ്റുകയില്ല. എന്തുകൊണ്ടാണ് ഈ 1 മണിക്കൂർ നീളമുള്ള കൗദാശിക ശുശ്രൂഷയിലേക്ക് എല്ലാവരെയും കൊണ്ടുവരുത്തുന്നതെന്ന് ചോദിച്ചാൽ, നിങ്ങളിൽ ഉണ്ടായ ഇഷ്ടമെന്ന വികാരത്തെ സ്നേഹമായിട്ട് രൂപാന്തരപ്പെടുത്തുന്ന ശുശ്രൂഷ. നിങ്ങളിൽ ഉണ്ടാകുന്ന ഇഷ്ടത്തെ എന്തായിട്ട് രൂപാന്തരപ്പെടുത്തുക? സ്നേഹമായിട്ട്, സ്നേഹം എന്ന വിവേകമായിട്ട് രൂപാന്തരപ്പെടുത്തുക. അസത്തിൽ ഈ സ്നേഹം എന്നുള്ള പദം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പാഷനേറ്റ്ലി ലൗഡാണ് കേട്ടോ. ഏറ്റവും ഹൃദയം നിറഞ്ഞുള്ള ഒരു സ്നേഹാനുഭവം. പ്രിയപ്പെട്ടവരെ, ആ സ്നേഹാനുഭവത്തിൽ സത്യം പറഞ്ഞാൽ ഈ സ്നേഹം എന്നുള്ള പദം ഒരു വലിയ കൺഫ്യൂഷനുള്ള ഒരു പദം. വാട്ട് ഈസ് ലവ് ആക്ച്വലി? ഈ സ്നേഹം എന്നുള്ള പദം സത്യത്തിൽ അത് മറന്നു പോകുന്നതിന് വലിയൊരു ദുരന്തം നമ്മുടെ ജീവിതത്തിലൊക്കെ സംഭവിക്കാറുണ്ട്. സ്നേഹത്തിലെ ആദ്യത്തെ അക്ഷരം, ലവ് എന്നുള്ളതിന്റെ ആദ്യത്തെ അക്ഷരം L stands for listening. നീ ഒരു നല്ല കുടുംബജീവിതം ആഗ്രഹിക്കുന്നു,
for listening. And the word O, the next word O stands for open up. തുറവി വേണം. ഒരു പങ്കാളി, ജീവിത പങ്കാളികൾ തമ്മിൽ എപ്പോഴും ഒരു തുറവിയുടെ ആവശ്യമുണ്ട്. And the third word is we. We stands for value them. വിലമതിക്കണം. ജീവിത പങ്കാളിയെ വിലമതിക്കണം. And E stands for empathize. Empathy. അയാളായിട്ട് മനസ്സിലാക്കണം. കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് ഒരു വിവാഹം നടന്നു. ഈ വിവാഹം നടന്ന് വളരെ ഗംഭീരമായിട്ടുള്ള വിവാഹമാണ്. എന്തൊക്കെ ആർഭാടങ്ങളുണ്ടോ അതെല്ലാം ഉള്ള മനോഹരമായൊരു വിവാഹം. അങ്ങനെ ഈ ആർഭാടങ്ങളെല്ലാം നിറഞ്ഞു നിൽക്കുന്ന വിവാഹം. ആ വിവാഹം ഭംഗിയായിട്ട് കഴിഞ്ഞു. 6 മാസം കഴിഞ്ഞതേ ഉള്ളൂ. 6 മാസം കഴിഞ്ഞപ്പോ ഇവര് തമ്മിൽ വലിയ തർക്കമായതുകൊണ്ട് അവസാനം വീട്ടുകാർ രണ്ടുപേരും കൂടെ നിർബന്ധിച്ചു പറഞ്ഞു അവരെ വിവാഹം കഴിപ്പിച്ച പുരോഹിതൻ. ആ പുരോഹിതൻ അവരുടെ വലിയ സുഹൃത്താണ്. അതുകൊണ്ട് ആ പുരോഹിതന്റെ അടുത്ത് പോയി നിങ്ങൾ ഒന്ന് കൗൺസിലിങ്ങിന് വിധേയമാവും. രണ്ടുപേരും കൂടെ വന്നു. രണ്ടുപേരും കൂടെ വന്നിട്ട് രണ്ടുപേരും കൂടെ ഇങ്ങനെ കുറച്ചു നേരം ഒന്നും മിണ്ടാതിരിക്കുക. അച്ഛൻ ചോദിച്ചു എന്താ വന്നേ? അപ്പോ കുറച്ചു നേരം കഴിഞ്ഞപ്പോ ഭാര്യ പറഞ്ഞു, അച്ഛനാ, ഞങ്ങള് സ്നേഹിച്ച് വിവാഹം കഴിച്ചവരാണെന്ന് അച്ഛൻ അറിയാം. ഞാൻ ഈ മനുഷ്യൻ ഇത്തരക്കാരനാണെന്ന് അറിഞ്ഞില്ല. ഈ മനുഷ്യൻ ഇങ്ങനെയൊരു വലിയ ദോഷമുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. അച്ഛൻ വളരെ കൗതുകത്തോടെ നോക്കി നിൽക്കി. ഇങ്ങനെ ഒരു ദോഷമുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. ഇങ്ങനെയായിരുന്നെങ്കിൽ ഞാൻ ഈ വിവാഹത്തിൽ ഒരിക്കലും സമ്മതിക്കില്ല. അച്ഛൻ വിചാരിച്ചു ഇത്രയും ഗൗരവമായ പ്രശ്നം ഇവനുണ്ടോ? കാരണം അച്ഛൻ രണ്ടുപേരെ അറിയാം. ഏതായാലും അങ്ങനെ കുറെ ആമുഖമൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു, നീ കാര്യം എന്താണെന്ന് പറ. കാര്യം എന്താണെന്ന് പറയാനായിട്ട് പറഞ്ഞു കഴിഞ്ഞപ്പോ കുറച്ചു നേരം കഴിഞ്ഞപ്പോ അവള് പറയുക, ഞാൻ ഈ മനുഷ്യന്റെ വീട്ടിൽ ചെന്നപ്പോഴാണ് ശ്രദ്ധിച്ചത് ഇവർക്കൊരു ചീത്ത ശീലമുണ്ട്, ദുശീലമുണ്ട്. ഇവരുടെ വീട്ടിൽ രാവിലെ ബ്രഷ് ചെയ്യുമ്പോ ആ ടൂത്ത് പേസ്റ്റിൽ നിന്നും ബ്രഷിലേക്ക് പേസ്റ്റ് തേക്കുമ്പോ ആ പേസ്റ്റിന്റെ നടുക്ക ഇവർ തേക്കുന്ന അയ്യേ, ടൂത്ത് പേസ്റ്റിന്റെ നടുക്ക ഇവർ തേക്കുന്ന അയ്യേ. ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങള് എവിടെയാ കേൾക്കുന്നത്? ട്യൂബിന്റെ താഴെ. ഇങ്ങനെ വൃത്തികെട്ട ഇവരുടെ കൂടെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. അച്ഛപ്പെട്ടെന്ന് ചിരിച്ചുകൂടെ പോയി. അപ്പൊ അവൻ പറഞ്ഞു, എന്റെ അച്ഛാ, ഞങ്ങള് പണ്ട് മുതലേ നടുക്കാണ്, എനിക്കിത് മാറ്റാൻ പറ്റില്ല. ഏതായാലും കുറച്ചു നേരം അവരെ കൗൺസിലിംഗ് ചെയ്തിട്ട് പേസ്റ്റിന്റെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാകുകയെന്ന് മനസ്സിലായപ്പോൾ അച്ഛൻ പറഞ്ഞു, രണ്ടുപേർക്കും ഓരോ പേസ്റ്റ് മേടിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, നീ ഇത് നടുക്കുന്ന് ഞെക്കിക്കോ, നീ താഴേന്ന് ഞെക്കിക്കോ, പരസ്പരം കാണിക്കുന്നു. ഞാൻ പറഞ്ഞത്, ഈ ലഭിക്കുന്ന ആ ഒരു കൃപ നഷ്ടപ്പെട്ടു പോകാനായിട്ട് പെട്ടെന്ന് കാരണങ്ങൾ ഒരുപാട് ഉണ്ടാക്കുന്നുണ്ട്. അയ്യോ, ഈ കാലത്ത് ഡൈവേഴ്സിന്റെ കാരണങ്ങൾ കണ്ടാൽ നമ്മൾ ചിരിച്ചു പോകും. എന്തോരം കാരണങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ ദമ്പതി ധ്യാനത്തിൽ നമ്മൾ നിൽക്കുമ്പോ ഈ വെളിപാട് പുസ്തകത്തിൽ യോഹന്നാൻ ശ്ലീഹ എഫേസസിലെ സഭയോട് പറഞ്ഞത് നമ്മൾ ഓരോരുത്തരോടും പറയുകയാണ്, ആദ്യ സ്നേഹം തണുത്തുപോയി, ആദ്യ സ്നേഹം വിട്ടുപോയി എന്നൊരു കുറവ് എനിക്ക് നിന്നെ കുറിച്ച് പറയാനുണ്ട്. ഈ ആദ്യ സ്നേഹം വിട്ടുപോകാനുള്ള ഒരുപാട് കാരണങ്ങൾ നമ്മൾ മനഃശാസ്ത്രം പറയുന്നുണ്ട്. ഒന്ന് പറയുന്നത് അജ്ഞതയാ. ഒരിക്കലൊരു കുടുംബ ധ്യാനം പങ്കെടുത്ത് കഴിഞ്ഞപ്പോഴാണ് ഒരു ഭാര്യയും ഭർത്താവും വന്നിട്ട് പറഞ്ഞത്, എന്റെ പൊന്നച്ഛ, അറിയാൻ മേലായിരുന്നു, ഞങ്ങൾ വിചാരിച്ചിരുന്നത് കുടുംബമാണല്ലോ, അതുകൊണ്ട് ഭാര്യയെ തല്ലുന്നത് ഒരു തെറ്റല്ലെന്നാണ് ഞാൻ വിചാരിച്ചത്. എങ്ങനെ കീഴടക്കുക? അജ്ഞത.
സത്യം പറഞ്ഞാൽ ഈ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോ ഇത്രയും ആസ്വാദനമുള്ള വേറൊന്നില്ല. അതുകൊണ്ടാണ് കുടുംബജീവിതമാണ് ഏറ്റവും വലിയ ലഹരി എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞല്ല, പോപ്പ് ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞു, മാരേജ് ഈസ് ആൻ ആർട്ട്. കുടുംബജീവിതം ഒരു കലയാണ്. കുടുംബജീവിതം ഒരു കലയാണ്. എന്നതൊക്കെയാ കല? ഇവിടെ നമ്മൾ പാട്ട് പാടുന്നവരുണ്ട്, അതൊരു കലയാണ്. അതുപോലെ തന്നെ നന്നായിട്ട് പ്രസംഗിക്കുന്നത് അതൊരു കലയാണ്. അതുപോലെ ചിത്രം വരയ്ക്കുന്നത് ഒരു കലയാണ്. ആ കലയൊക്കെ ചെയ്യാൻ പറ്റുന്നത് കലാകാരനാണ്. അതുപോലെ മാർപ്പാപ്പ പറയുകയാണ്, കുടുംബജീവിതം ഒരു കലയാണ്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ഇറ്റ്സ് എ പേഷ്യന്റ് ആർട്ട്. വളരെ ക്ഷമ വേണ്ട ഒരു കലയാണ്. അല്ലേ? ഒരു കലാ സൃഷ്ടി ഏറ്റവും ഭംഗിയാക്കണ എന്നെ വേണം. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ഇറ്റ്സ് എ മാർവലസ് ആർട്ട്. ഇത്രയും മനോഹരമായിട്ടുള്ളത് വേറൊന്നില്ല. അങ്ങനെ അദ്ദേഹം പറഞ്ഞു വെക്കുമ്പോ പ്രിയപ്പെട്ടവരെ, അജ്ഞത കൊണ്ട് പലപ്പോഴും ഇതിന്റെ മനോഹാരിത അറിയാതെ കുടുംബജീവിതം നരകമായി ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒരു ബുദ്ധിമുട്ട്, എനിക്ക് എന്റെ കുടുംബജീവിതത്തിൽ നിന്ന് ഈ നന്മ കിട്ടുന്നില്ലെന്നൊരു ബോധ്യം ഉണ്ടെങ്കിൽ രണ്ടുപേരും കൂടെ ഒരു തീരുമാനം എടുക്കണം. ഒന്നുകിൽ ഒരു സ്പിരിച്വൽ കൗൺസിലർ, അല്ലെങ്കിൽ മറ്റൊരു കൗൺസിലറെ കാണണം. കാരണം ഈ ജീവിതം അത്രമേൽ സന്തോഷമുള്ളതാണ്. കുടുംബമാകുന്ന ലഹരി. രണ്ടാമത്, ഈ ആദ്യ സ്നേഹം കളഞ്ഞു പോകാനുള്ള മറ്റൊരു കാരണം അഹങ്കാരം. ഒരു ചെറിയ തർക്കം വരുമ്പോഴേ പറയും, രാജാവ് പൊന്നും പണവും കൊടുത്ത ആ കുടുംബത്തിലെ ഇളയ തലമുറയിലെയാണ് ഞാൻ, താനോ? ഇല്ലേ? നമ്മുടെ യഥാർത്ഥ മുഖം വരുന്നത് എപ്പോഴായില്ലേ? അങ്ങനെ തർക്കങ്ങൾ വരുമ്പോഴാണ്. എന്തോരം തർക്കങ്ങളാ. രണ്ടാമത് പറഞ്ഞു അഹങ്കാരം ഈ ആദ്യ സ്നേഹത്തിന്റെ മധുരം കളയും. മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ അനുഗ്രഹീതമായ ആദ്യ സ്നേഹം കളയാണ് അലസത. കുടുംബജീവിതം വിജയിപ്പിക്കണമെങ്കിൽ ഒരു പരിശ്രമം വേണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു കലയാണ്. ആ കല കൊണ്ട് നമുക്കത് നേടിയെടുക്കാൻ പറ്റണം. നമുക്കറിയാം, സോക്രട്ടീസ് എന്ന് പറയുന്ന മനുഷ്യനെ കേട്ടിട്ടുണ്ടാവും. വലിയ ജ്ഞാനിയായ മനുഷ്യനാണ്. ഈ ജ്ഞാനിയായ മനുഷ്യൻ കുടുംബജീവിതത്തിന് ചില നല്ല പാറ്റേണുകളുണ്ട്. ഈ ജ്ഞാനിയായ മനുഷ്യൻ സോക്രട്ടീസിന്റെ ഏറ്റവും വലിയ ഒരു തലവേദനയായിരുന്നു അദ്ദേഹത്തിന്റെ ഭാര്യ സാന്തപ്പ എന്ന പേര്. അപ്പൊ ഈ സോക്രട്ടീസ് ഈ തന്റെ ശിഷ്യന്മാരും ഒക്കെ ആയിട്ട് പലപ്പോഴും പഠിപ്പിക്കാനിരിക്കുമ്പോ ഈ സാന്തപ്പ അവിടെ വന്ന് ബഹളം ഉണ്ടാക്കും. പക്ഷെ ഈ സോക്രട്ടീസ് ശാന്തമായിട്ടിരിക്കുന്നത്. ഒരു ദിവസം ശിഷ്യന്മാരുമായിട്ടൊക്കെ ഇങ്ങനെയെന്ന് സംസാരിക്കുമ്പോ സോക്രട്ടീസ് വളരെ ഗൗരവമായ കാര്യങ്ങൾ തന്റെ ശിഷ്യന്മാരുമായിട്ട് സംസാരിക്കുമ്പോൾ ഈ ഭാര്യ സാന്തപ്പ വന്ന് ഒരുപാട് ശകാരിച്ചു. ഈ ഭർത്താവിനെ ഒരുപാട് ശകാരിച്ചു. ആലോചിച്ച് നോക്കൂ, നമ്മുടെ കൂട്ടുകാരുടെ ഇടയിൽ ഇരിക്കുമ്പോ നമ്മുടെ ഭർത്താവിനെ നമ്മൾ പോയി ശാസിച്ചാലുള്ള അവസ്ഥ എന്തായിരിക്കും? പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒരുപാട് ശാസിച്ചു കഴിഞ്ഞപ്പോ ഇദ്ദേഹം വളരെ ശാന്തമായിട്ട് ഒന്നും പ്രതികരിക്കാതെ കഴിയുന്നു. കുറച്ചു നേരം കഴിഞ്ഞു ഈ സ്ത്രീ അകത്തേക്ക് പോയി കോരി വെച്ചിരുന്ന ഒരു കുടം വെള്ളം കൊണ്ടുവന്ന് ഈ മനുഷ്യന്റെ തലയിൽ കുടിച്ചു. നമ്മുടെ വീട്ടിലാണ് എന്നാ സംഭവിക്കുന്നത്? അപ്പറന്ന് നോക്കുകയില്ല, എന്തെങ്കിലുമൊക്കെ സംഭവിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ മനുഷ്യന്റെ തലയിലേക്ക് ഈ ഒരു കുടം വെള്ളം കൊണ്ടുവന്ന് ഒഴിച്ചു. ഈ മനുഷ്യൻ ആ വെള്ളം ഇങ്ങനെ തുടച്ചു മാറ്റിയിട്ട് പറഞ്ഞു, ഇടി വെട്ടി കഴിയുമ്പോൾ മഴ പെയ്യുമെന്ന് എനിക്കറിയാം. ഇടി വെട്ടി കഴിയുമ്പോ മഴ പെയ്യുമെന്ന് എനിക്കറിയാമായിരുന്നു. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ പ്രതിസന്ധികളും ഇതുപോലുള്ള അവസരങ്ങൾ ഉണ്ടാകുമ്പോൾ എങ്ങനെ അതിനെ അതിതരണം ചെയ്യണം? ഇവിടെ പറയുകയാണ്, പലപ്പോഴും ജീവിതം വിജയിപ്പിക്കാനുള്ള മനസ്സില്ലാത്തവർ ചെറിയ കാര്യങ്ങളിൽ പോലും തർക്കമുണ്ടായിട്ട് തകരുക. ഇനി അടുത്ത ഒരെണ്ണാണ് അപകർഷതാബോധം.
എന്നെ കൊണ്ട് പറ്റത്തില്ല, എന്നെ അതിന് കൊള്ളത്തില്ല, ഈ മനുഷ്യന്റെ ആ ഒരു യോഗ്യതയ്ക്ക് പറ്റിയ ആളല്ല ഞാൻ, സ്വയം അങ്ങ് തിന്മാം. പിന്നീട് സ്നേഹത്തെ തകർക്കുന്നതാണ് അവിശ്വസ്തത, പിന്നെ വിധേയത്വമില്ലായ്മ, അന്ധവിശ്വാസം. ചില വീടുകളൊക്കെ അങ്ങനെ തകർന്നിട്ടുണ്ട്. പിന്നെ അങ്ങനെ പോകുമ്പോൾ അസൂയകളുണ്ട്, ആഡംബര ഭ്രമമുണ്ട്, അനാവശ്യ സംസാരമുണ്ട്. ഇനി വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ആദ്യ സ്നേഹം വിട്ടുപോകുന്നതിൽ പല കുടുംബങ്ങളിലുമുള്ള ഏറ്റവും വലിയ ദുരന്തമാണ് അന്യരുടെ ഇടപെടൽ. നിങ്ങളുടെ കുടുംബത്തെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം നിങ്ങളാണ്. അത് മാതാപിതാക്കളോ മറ്റാരുടെ ഒരു ഇടപെടൽ അതിനകത്ത് ആവശ്യമില്ലാതെ വണ്ണം ഉപദേശം സ്വീകരിക്കരുതെന്നല്ല, പക്ഷെ സൂക്ഷിച്ചോ. പ്രിയപ്പെട്ടവരെ, ഞാൻ കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് ഒരു വിവാഹ കൂതാശ ആശീർവദിച്ചതിന് ശേഷം ഹോളിലെ പരിപാടിക്ക് പ്രാർത്ഥിക്കാനായിട്ട് ചെല്ലുക. ഹോളിലെ പരിപാടിക്ക് പ്രാർത്ഥിക്കാനായിട്ട് ചെന്നപ്പോ കേക്ക് മുറിച്ചു. ആദ്യം അവർക്ക് പാൽ കൊടുത്തു. അതിനുശേഷം അവര് വിളക്ക് തെളിയിക്കാനായിട്ട് വന്നപ്പോ 3 മെഴുകുതിരിയാണ്. ആദ്യത്തെ തിരി വധു വരനോട് തെളിയിച്ചു. അടുത്ത തിരി ചെറുക്കന്റെ അപ്പനും അമ്മയും തെളിയിക്കട്ടെ എന്ന് പറഞ്ഞു. ഒരു പൊതുവേദിയായതുകൊണ്ട് ഞാൻ പറഞ്ഞു. അടുത്ത തിരി പെണ്ണിന്റെ അപ്പനും അമ്മയും കൂടെ തെളിയിക്കട്ടെ എന്ന് പറഞ്ഞു. ഞാൻ ഈ സംഭവം കഴിഞ്ഞപ്പോ മൈക്ക് എടുത്തിട്ട് പറഞ്ഞു, ഇപ്പൊ തിരിയൊക്കെ കത്തിച്ചത് കൊള്ളാം, ആ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ആവശ്യമില്ലാതെ ഇടപെടരുത്. തിരിയൊക്കെ കത്തിക്കുന്നത് നല്ലതാണ്. പ്രിയപ്പെട്ടവരെ, ഈ കുടുംബ ജീവിതത്തിൽ മറ്റൊരാളുടെ ഇടപെടൽ ആവശ്യമില്ല. ദൈവം ഫലമേൽപ്പിച്ചിരിക്കുന്ന പരസ്പരമായിട്ട് കാര്യങ്ങൾ നിർവഹിച്ചു പോകണം. അടുത്തത് കൈപ്പുള്ള അനുഭവങ്ങൾ. സത്യത്തില് ഈ ജീവിതം പരസ്പരം കരുതി സ്നേഹാനുഭവം കൊടുക്കേണ്ടതാണ്. പക്ഷേ കൈപ്പുള്ള അനുഭവങ്ങളിൽ പരസ്പരം പഴി പറഞ്ഞ് ജീവിതത്തെ തകർക്കുന്ന അനുഭവം. പിന്നെ മദ്യപാനം മുഖാന്തരം തകർന്നുപോയി എത്ര കുടുംബങ്ങളുണ്ട് സ്നേഹാനുഭവത്തിൽ. പ്രിയപ്പെട്ടവരെ, വ്യാഖ്യാൻ ആവശ്യമില്ലാത്ത ഒന്നായതുകൊണ്ട് സമയം ചുരുക്കമായതുകൊണ്ട് വാക്ക് വിടുക. അടുത്തത് അതിലും പ്രധാനപ്പെട്ടതാണ് സംശയം. പ്രിയപ്പെട്ടവരെ, ഒന്നാലോചിച്ച് നോക്കൂ, എത്ര കുടുംബങ്ങളാണ് ഈ സംശയ രോഗത്തിന്റെ പേരിൽ തകർന്നു പോകുന്നത്. പ്രത്യേകിച്ച് 50 മുതൽ 60 വയസ്സ് വരെയുള്ള പ്രായത്തിൽ നമ്മൾ എല്ലാവരിലും ഈ പ്രശ്നം ഉണ്ടാകും. 60-ന് മുകളിൽ പോകുന്നുണ്ടെങ്കിൽ ഒന്ന് ചിന്തിച്ചോണം. ചില ആളുകളൊക്കെ ചിന്തിച്ചു പോകാറുണ്ട്, ഇന്നലെ വരെ ഒരു കുഴപ്പമില്ലാത്ത മനുഷ്യനാണ്, പെട്ടെന്ന് ഇദ്ദേഹത്തിന് സംശയം. എന്റെ ഓരോ കാര്യങ്ങളിലും നമ്മുടെ ജീവിതം പുതിയൊരു തലത്തിലേക്ക് മാറുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യേകതയാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് സംശയം. ഒരു വിദേശത്ത് ജോലി ചെയ്യുന്ന ഒരു മനുഷ്യൻ, ഈ മനുഷ്യന്റെ അടുക്കലേക്ക് തന്റെ ഭാര്യ കുറെ കാലങ്ങൾക്ക് ശേഷം വിദേശത്തുള്ള ഈ ഭർത്താവിന്റെ അടുക്കലേക്ക് ഈ ഭാര്യ വന്നു താമസം ആരംഭിച്ചു. അങ്ങനെ കുറെ കാലങ്ങൾക്ക് ശേഷം ഈ ഭാര്യ ഭർത്താവിന്റെ അടുക്കൽ വന്ന് താമസം ആരംഭിച്ച് അങ്ങനെ മുമ്പോട്ട് പോവുക. അപ്പൊ കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞിരിക്കുന്ന ഒരു നല്ല ആപ്തവാക്യമുണ്ട്, നല്ല കുടുംബജീവിതം എങ്ങനെ കൊണ്ടുപോകണമെന്ന്. കാതുപാടില്ല കാന്തന്, കണ്ണുപാടില്ല കാന്തയ്ക്ക്, എങ്കിൽ ദാമ്പത്യം കാന്തമായിടും, ഇല്ലെങ്കിൽ കുന്തമായിടും. പ്രിയപ്പെട്ടവരെ, കാതുപാടില്ല കാന്തൻ. ചിലതൊക്കെ കേട്ടില്ലെന്ന് നടിക്കണം, ചിലതൊക്കെ കണ്ടില്ലെന്ന് നടിക്കണം. എങ്കിൽ ദാമ്പത്യം കാന്തമായിടും, ഇല്ലെങ്കിൽ കുന്തമായിടും. അങ്ങനെ ഈ മനുഷ്യൻ, ഈ പ്രിയപ്പെട്ടവൾ ദേശത്തേക്ക് വന്നു കഴിഞ്ഞ് ഈ മനുഷ്യന് കുറച്ച് സുഹൃത്തുക്കളെ ഒക്കെ കിട്ടി. അപ്പൊ സുഹൃത്തുക്കളുടെ ഇടയിൽ സംസാരിച്ചതിനിടയ്ക്ക് എങ്ങനെയോ ഒരു ത്രെഡ് ഈ ഭാര്യയുടെ കയ്യിൽ കിട്ടി. തന്റെ ഭർത്താവിന്റെ പെരുമാറ്റത്തിൽ എന്തോ ഒരു കുഴപ്പമുണ്ടോ. അങ്ങനെ ഈ സ്ത്രീ അത് പരിശോധിക്കാനായിട്ട് പിറ്റേ ദിവസം ഭർത്താവിനോട് പറഞ്ഞു, ഇനി മുതല് നിങ്ങൾ ജോലി സ്ഥലത്ത് പോകുമ്പോ നിങ്ങളുടെ ഷർട്ട് ഞാനിടാൻ സഹായിക്കാം. അതുപോലെ
പുള്ളി വിചാരിച്ചു അത് എന്തൊരു പരിഷ്കാരം, ഇന്നലെ വരെ ഇല്ലാത്തൊരു പരിഷ്കാരം. അങ്ങനെ ഈ മനുഷ്യൻ പിറ്റേ ദിവസം രാവിലെ പോകാൻ പോയപ്പോൾ അദ്ദേഹം ഈ ഭാര്യ തന്നെ വന്ന് ഈ ബട്ടൺസ് എല്ലാം ഇട്ടുകൊടുത്തു. വൈകുന്നേരം വന്ന് സസൂക്ഷ്മമാണ് ഓരോ ബട്ടൺസും അടിക്കുന്നത്. 2 ദിവസം ഇത് കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് തോന്നി ഇതിനകത്ത് എന്തോ ഒരു അപാകതയുണ്ടല്ലോ. പുള്ളി ചോദിച്ചു, എന്നതാണ് ഈ പരിശോധിക്കുന്നത്? വേറൊന്നുമല്ല, നിങ്ങൾ ഓഫീസിൽ പോയിട്ട് തിരിച്ചു വരുമ്പോ ഞാനല്ലാതെ വേറെ ആരുടെയെങ്കിലും കൂട്ടത്തിൽ കറങ്ങിയോ എന്ന് എനിക്കൊരു സംശയം. ആരുടെയെങ്കിലും തലമുടി ഉണ്ടോ എന്ന് ഞാൻ പരിശോധിക്കുന്നു. ആരുടെയെങ്കിലും തലമുടി ഉണ്ടോ എന്ന് പരിശോധിക്കുന്നു. പ്രിയപ്പെട്ടവരെ, 1 മാസം ഈ പരിശോധന കഴിഞ്ഞു. 1 മാസം പരിശോധന കഴിഞ്ഞ് തീർന്ന സന്തോഷത്തിൽ പുള്ളി ചോദിച്ചു, ഇപ്പൊ നിനക്ക് വിശ്വാസമായല്ലോ എന്റെ സ്വഭാവത്തിൽ ഒരു കുഴപ്പമില്ല. ഉടനെ ഇവളുടെ മുഖഭാവം മണിച്ചിത്രത്താഴിന്റെ ഗംഗ പോലെ അങ്ങ് മാറിയിട്ട് ചോദിച്ചു, ആഹാ, താൻ ഏത് മൊട്ടച്ചിയുടെ കൂടിയാ ഓടുന്നത് എനിക്ക് അറിയണം. ഈ സംശയരോഗം കയറിയ ഒരു രക്ഷയില്ല. അത് ഞാൻ പറഞ്ഞതുപോലെ ഒരു പ്രായത്തെ നമുക്കുണ്ടാകും. ആ പ്രായത്തിൽ നിന്ന് പിന്നീട് മുമ്പോട്ട് പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് വേണ്ട മെഡിക്കേഷൻ എടുക്കണം. ശരീരത്തിന്റെ രാസമാറ്റമാണ്. പ്രിയപ്പെട്ടവരെ, ആദ്യ സ്നേഹം നഷ്ടപ്പെട്ടു പോകാനുള്ള ഒരു കാരണം സംശയം. അടുത്തത് വിമർശനം. വിമർശനം, കൺസ്ട്രക്റ്റീവ് അല്ലാത്ത വിമർശനം. അതുപോലെ തന്നെ ക്ഷമിക്കാത്ത ഹൃദയം, തെറ്റിദ്ധാരണ, മുൻകോപം, താരതമ്യപ്പെടുത്തൽ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ഒരിക്കലൊരു അധ്യാപകരായ ദമ്പതികളാണ്. ഈ ദമ്പതികൾ രണ്ടുപേരും വളരെ സ്നേഹത്തോടെ ജീവിച്ചു പോവാണ്. അങ്ങനെ വളരെ സ്നേഹത്തോടെ ജീവിച്ചു പോകുമ്പോ ഒരിക്കല് ഈ അധ്യാപക ദമ്പതികളിൽ അധ്യാപികയുടെ സ്കൂളിലെ ഒരു ടീച്ചറുടെ വീട്ടിൽ ഒരു ചടങ്ങ് നടന്നു. ആ ചടങ്ങിലേക്ക് ഈ ഭാര്യയും ഭർത്താവും ക്ഷണിക്കപ്പെട്ടു. 2 പേരും ചെന്നു. പ്രിയപ്പെട്ടവര്, 2 പേരും ചെന്ന് അവിടെ ഈ കാര്യങ്ങളെല്ലാം പങ്കെടുത്തു. മനോഹരമായിരിക്കുന്ന മനോഹരമായ സന്ധ്യ, ഏറ്റവും ഭംഗിയായിട്ടുള്ള കാര്യങ്ങൾ ക്രമീകരിക്കപ്പെടുന്നു. അതെല്ലാം ഭംഗിയായിട്ട് ആസ്വദിച്ചു. അവിടെ നല്ല ഡിന്നർ ഉണ്ടായിരുന്നു. ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് മടങ്ങി സ്കൂട്ടറിൽ വീട്ടിലേക്ക് പോരുമ്പോ ഭാര്യ ഭർത്താവിനോടൊരു ചോദ്യം. ആ ടീച്ചർ നല്ല സുന്ദരിയായിരുന്നല്ലേ? ചോദ്യം, നല്ല സുന്ദരിയായിരുന്നല്ലേ? ഉടനെ ഈ ഭർത്താവിന്റെ മറുപടി, നീ പറഞ്ഞത് ശരിയാ, നല്ല സുന്ദരിയായിരുന്നു. ആ മേൽചുണ്ടിലെ ചെറിയ രോമം കൂടി ഇല്ലായിരുന്നെങ്കിൽ അതീവ സുന്ദരിയായിരുന്നു. ആ മേൽചുണ്ടിലെ ചെറിയ രോമം കൂടി ഇല്ലായിരുന്നെങ്കിൽ അതീവ സുന്ദരിയായിരുന്നു. രംഗം കഴിഞ്ഞു. 3 വർഷങ്ങൾക്ക് ശേഷമുള്ള ഒരു സന്ധ്യ, തുലാമാസത്തിൽ മഴ ഇങ്ങനെ ശക്തമായിട്ട് പെയ്യുക. അങ്ങനെ തുലാമാസത്തിൽ ഇങ്ങനെ മഴ ശക്തമായിട്ട് പെയ്ത് ഇങ്ങനെ ഇറങ്ങുമ്പോ പ്രിയപ്പെട്ടവരെ, വൈകുന്നേരം മഴ നിറഞ്ഞ വഴിയിൽ കൂടെ ഈ സാറ് ബൈക്കുമായിട്ട് വരിക. ഈ സാറ് ബൈക്കുമായിട്ട് വരുമ്പോ വീടിന് തൊട്ട് മുമ്പിൽ അദ്ദേഹത്തിന് നല്ല പരിചയമുള്ള വഴിയാണ്. പക്ഷെ ഈ വെള്ളം ഇങ്ങനെ കെട്ടിക്കിടന്നുകൊണ്ട് അവിടെ ഈ വാട്ടർ അതോറിറ്റിയുടെ കണക്ഷൻ കൊടുക്കാനായിട്ട് ഉണ്ടാക്കിയ ഒരു കുഴിയായിരുന്നു. ആ കുഴി തിരിച്ചറിയാൻ പറ്റിയില്ല. ആ കുഴിക്കകത്തേക്ക് ബൈക്ക് പോയി ഈ മനുഷ്യൻ വീണു. വീണ് കിടന്ന മനുഷ്യൻ അധ്യാപകനായതുകൊണ്ട് ഒരുപാട് പേർക്കറിയാം. എല്ലാവരും ഓടി വന്ന് ഈ മനുഷ്യനെ എടുത്തു, ബൈക്കും എടുത്തു, വീട്ടിൽ കൊണ്ടുവന്നു. വീട്ടിൽ കൊണ്ടുവന്ന് ഈ മനുഷ്യനെ, അധ്യാപകനായ മനുഷ്യന്റെ അകത്ത് കൊണ്ടുപോയി അവരെ കിടത്തി. ഈ മനുഷ്യൻ പതുക്കെ എഴുന്നേറ്റ് പോയി വസ്ത്രമൊക്കെ മാറി അങ്ങനെ വന്നിരിക്കുമ്പോ ഭാര്യ ഒരു കാപ്പിയൊക്കെ കൊണ്ട് കൊടുത്തു. നമുക്കറിയാവുന്ന വീണിട്ടൊക്കെ ഇരിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നതാണ് ഭാര്യ അടുത്തിരിക്കണമെന്ന്, സാന്ത്വനപ്പെടുത്തണം, കാലിന്റെ വേദനയ്ക്ക് ഒന്ന് തടവി തരണമെന്നൊക്കെ ആഗ്രഹിച്ചിരിക്കുമ്പോ ഈ ഭാര്യ വന്നിട്ട് ഈ ഭർത്താവിന്റെ മുഖത്തേക്ക് ഒരു കുത്തു കൊടുത്തിട്ട് പറഞ്ഞു, അന്ന് ആ ടീച്ചറുടെ മേൽചുണ്ടിലെ മീശ കാണാൻ കണ്ണുള്ള നിങ്ങൾക്ക് ഈ കുഴി കാണാൻ പറ്റും. 3 വർഷം. പ്രിയപ്പെട്ടവരെ, ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മളിൽ ഉണ്ടാകുന്ന ഓരോ ചെറിയ കാര്യങ്ങൾ കൊണ്ട് ദൈവമേൽപ്പിച്ച
അതീവ സുന്ദരമായ കുടുംബ ജീവിതത്തെ നമ്മൾ തകർത്ത് കളഞ്ഞിട്ട് നമ്മുടെ ജീവിതത്തിൽ എന്ത് സ്വർഗാനുഭവ കാത്തിരിക്കണം. ഇപ്പൊ നമ്മൾ ആയിരിക്കുന്ന ഈ കുടുംബ ജീവിതം അച്ഛൻ ഓർമ്മപ്പെടുത്തിയതുപോലെ ആമുഖത്തിൽ ഇതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വർഗാനുഭവം. അതുകൊണ്ട് യോഹന്നാൻ ശ്ലീഹ തന്റെ സഭയായ എഫെസസിലെ സഭയോട് ആമുഖമായിട്ട് പറഞ്ഞ കാര്യം, നിനക്ക് ഒരുപാട് ക്രെഡിബിലിറ്റീസ് ഉണ്ട്, ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട്, പക്ഷെ യു ഹാവ് എ ഷോർട്ട് കമ്മിങ്, നിനക്കൊരു കുറവുണ്ട്, ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു. അതുകൊണ്ട് ഇന്ന് നമ്മൾ പരിശ്രമിക്കുന്നത് അവരവർക്ക് മാത്രമേ അവരവരുടെ കുടുംബത്തെ രക്ഷിക്കാൻ പറ്റുള്ളൂ, പുറത്തുനിന്ന് ഒരാൾക്കും പറ്റില്ല. ഈ പറഞ്ഞതുപോലുള്ള കാര്യങ്ങൾ എവിടെയെങ്കിലും വീഴ്ചയുണ്ടെങ്കിൽ തിരുത്തി പോകാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അപ്പൊ ഇവിടെ വെളിപാട് പുസ്തകത്തില് എഫെസസിലെ സഭയെ നന്നാക്കാനായിട്ട് യോഹന്നാൻ ശ്ലീഹ പറഞ്ഞു കൊടുക്കുന്ന ഒരു മാത്രമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, നല്ല കൺസ്ട്രക്റ്റീവായ ക്രിറ്റിസിസത്തിന്റെ രീതി, എങ്ങനെയാണ് ഒരു പ്രശ്നത്തെ, ഒരു തെറ്റിനെ തിരുത്തേണ്ടത്. അദ്ദേഹം ആ സഭയോട് പറഞ്ഞു, നിനക്ക് ഉണ്ടായ ഈ പ്രശ്നം പരിഹരിക്കാൻ 3 കാര്യങ്ങൾ ചെയ്യണം. ഒന്നാമത് ചെയ്യേണ്ട കാര്യം, നീ ഏതിൽ നിന്ന് വീണെന്ന് നോക്കണം. ആദ്യ സ്നേഹം തിരിച്ചു കിട്ടാൻ ഒന്നാമത് ചെയ്യേണ്ട റിപ്പയറിംഗ്, നീ ഏതിൽ നിന്നാണ് വീണതെന്ന് നോക്കണം. പ്രിയപ്പെട്ടവരെ, ഏതെങ്കിലും ഒരു സന്ദർഭത്തിനായിരിക്കാം ഒരുപക്ഷെ അതുവരെ ഭംഗിയായി പോയിക്കൊണ്ടിരുന്ന ജീവിതത്തിന് തകർച്ച വന്നത്. ഇന്ന് രാത്രി അല്പനേരം മനസ്സിലൊന്ന് ധ്യാനിക്കണം, എവിടെയാണ് എന്റെ ജീവിതത്തിൽ ഒരു തകർച്ച ഉണ്ടാകാനായിട്ട് കാരണമായി തീർന്നത്. എന്നിട്ട് ആ വീഴ്ചയെ ഓർത്തിട്ട്, ആ ഓർത്താൽ മാത്രം പോരാട്ടോ. അന്ന് യോഹന്നാൻ ശ്ലീഹ തന്റെ സഭയോട് പറഞ്ഞ അടുത്ത നിയോഗം ഇതാണ്, മാനസാന്തരപ്പെടണം. ഈ പറഞ്ഞ ഏതെങ്കിലും മേഖലയിൽ തെറ്റുണ്ടെന്ന് തോന്നിയാൽ മാനസാന്തരപ്പെടണം. എന്നിട്ട് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് ഇവിടെ ശ്ലീഹ പറഞ്ഞു വെച്ചാണ്, ആദ്യത്തെ പ്രവൃത്തി ചെയ്യണം. ഇന്ന് രാത്രി ഈ വെളിപാട് പുസ്തകത്തിന്റെ 2-ാം അധ്യായം 4-5 വാക്യങ്ങൾ ഹൃദയത്തിൽ ഒന്ന് കോറിയിടണം. അവിടെ വെളിപാട് പുസ്തകത്തിൽ എഫെസസിലെ സഭയോട് പറഞ്ഞ ആഹ്വാനം, നിന്റെ ആദ്യ സ്നേഹം നീ വിട്ടുകളഞ്ഞു. അതിന് പ്രതിവിധി, എവിടെയാണ് വീണതെന്ന് നീ നിന്നെ തന്നെ പരിശോധിച്ചോക്കണം, മാനസാന്തരപ്പെടണം. മാനസാന്തരപ്പെട്ടിട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യണം. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ആ മാനസാന്തരപ്പെട്ട് കുടുംബജീവിതത്തിൽ മുന്നോട്ട് പോകാൻ ചില നടപടികൾ നമുക്ക് ആവശ്യമായിട്ടുണ്ട്. ഒന്നാമത് ആവശ്യമുള്ളത് ദൈവത്തോടുള്ള ബന്ധമാണ്. ഇന്നിപ്പോ നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന രീതി എനിക്ക് തോന്നുന്നു സ്വർഗം സന്തോഷിക്കുന്നുണ്ട്. ജീവിതത്തിൽ എപ്പോഴും സാധ്യമാകണമെന്ന് നമ്മളെല്ലാവരും വ്യത്യസ്ത ജോലി സാഹചര്യങ്ങളുള്ളവർ, അതുകൊണ്ട് ഒരുമിച്ചിരിച്ച് പ്രാർത്ഥിക്കാൻ ഒരുപക്ഷെ സാധ്യതയുണ്ടാവണമെന്ന് നിർബന്ധമില്ല. പക്ഷേ കിട്ടുന്ന സന്ദർഭത്തിൽ ഒരുമിച്ച് ദൈവമുഖത്തേക്കൊന്ന് നോക്കാൻ പറ്റണം. പ്രിയപ്പെട്ടവരെ, നമ്മൾ വെള്ളിയാഴ്ചകളിൽ ഇവിടെ വരുന്നുണ്ട്, അല്ലെ ബുധനാഴ്ചകളിൽ വരുന്നുണ്ട്. വരുന്ന സന്ദർഭത്തിൽ വെള്ളിയാഴ്ച കുർബാന കഴിഞ്ഞ് പുറത്തിട്ടിറങ്ങി ഓടിപ്പോകുന്നതിന് പകരം സൺഡേ സ്കൂൾ കഴിഞ്ഞാണെങ്കിലും ഒരു 2 മിനിറ്റ് ആ കുഞ്ഞുങ്ങളെ വിളിച്ച് അപ്പനും അമ്മയും 4 പേരും കൂടെ ഒരുമിച്ച് ദൈവാലയത്തിന് മുമ്പിൽ വന്ന് 2 മിനിറ്റ് നേരം ഒന്ന് പ്രാർത്ഥിച്ചു മടങ്ങിയാൽ അത് വലിയൊരു മാതൃകയായി ലഭിക്കുന്ന സന്ദർഭങ്ങളിൽ. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, പരസ്പരം അഭിനന്ദിക്കാൻ, ചേർത്ത് പിടിക്കാൻ നമുക്ക് പറ്റണം. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം കുറവില്ലാത്ത ആരാ ഉള്ളത്. പണ്ട് ഗൾഫുകാരനായ ഒരു അപ്പൻ, പഴയ കാലത്തെ ഗൾഫുകാരനായ ഒരു അപ്പൻ തന്റെ മകന് വേണ്ടി വിവാഹം ആലോചിക്കാനായിട്ട് ആരംഭിച്ചു. തോമസ് സഭയിലാണ്. അപ്പോൾ അദ്ദേഹം തിരുവല്ലായില് ഫിലിപ്പോസ് ക്രിസ്തോസ്റ്റം തിരുമേനി അന്ന് അവിടെ ആയിരിക്കുന്ന സഫ്രകനായിരിക്കുന്ന, പക്ഷെ അവിടെ പുരാതനയിലുള്ള സമയം. അപ്പൊ തിരുമേനി അടുത്ത് എന്നിട്ട് തിരുമേനിയോട് പറഞ്ഞു, എന്റെ തിരുമേനി, എന്റെ മകൻ ഒരു നല്ല പെൺകുട്ടിയെ വേണം. അപ്പൊ ഉടനെ തിരുമേനി ചോദിച്ചു, നിനക്ക് എന്ത് ക്വാളിറ്റിയുള്ള പെൺകുട്ടിയാണ് വേണ്ടത്? അപ്പൊ പുള്ളി പറഞ്ഞു, നല്ല ദൈവഭയമുള്ള ആളായിരിക്കണം, നല്ല വിദ്യാഭ്യാസം വേണം, നല്ല കുടുംബത്തിലുള്ള ആളായിരിക്കണം, നല്ല ജോലി വേണം, നന്നായിട്ട് പാടാൻ അറിയണം, കുടുംബം നന്നായിട്ട് കൊണ്ടുപോകാൻ
തിരുമേനി അവസാനം ചിരിച്ചോട്ട് പറഞ്ഞു, ഇങ്ങനെ ഒരെണ്ണം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഈ സന്യാസിയാകാൻ പോകുമായിരുന്നു. ഇങ്ങനെ ഒരെണ്ണം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഈ സന്യാസിയാകാൻ. പ്രിയപ്പെട്ടവർ, ഒരുപാട് കുറവുകളുണ്ട്. ഈ അത് മാത്രമല്ല, കുറവ് മാത്രമല്ല, നമുക്ക് എല്ലാവർക്കും വ്യത്യസ്തമായ വീക്ഷണമുള്ളവരാണ്. ഒരു ഫാമിലി കൗൺസിലർ പറഞ്ഞതുപോലെ, രണ്ടുപേരും കുടുംബജീവിതത്തിലേക്ക് വരുമ്പോൾ രണ്ട് തിരക്കഥയായിട്ടാണ്, ഇല്ലേ? രണ്ട് തിരക്കഥയായിട്ടാണ്. ഈ രണ്ട് തിരക്കഥയായിട്ട് വരുന്നതിനെ ഒരു തിരക്കഥയാക്കി രൂപാന്തരപ്പെടുത്താൻ പറ്റിയില്ലെങ്കിൽ തീർച്ചയായിട്ടും അത് വലിയൊരു ദുരന്തത്തിലേക്ക് പോകും. പ്രിയപ്പെട്ടവരെ, അങ്ങനെ നോക്കി ഒരുപാട് കാര്യങ്ങൾ, ഇല്ലേ? അങ്ങനെ നമുക്ക് ജീവിതത്തിലെ കുറവുകളെ പരസ്പരം സ്വീകരിക്കണം, പരസ്പരം മനസ്സിലാക്കി നമ്മുടെ വീടിന്റെ ബജറ്റ് മനസ്സിലാക്കി പെരുമാറണം, വൃത്തിയായി കാര്യങ്ങൾ ക്രമീകരിക്കണം, പങ്കാളിയുടെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി മറ്റാളുകളുടെ മുമ്പിൽ വെച്ച് അവരെ കുറച്ചാക്കുന്ന ഒരു രീതി ചെയ്യരുത്. അങ്ങനെ ചുരുക്കം പറഞ്ഞാൽ ആദ്യ സ്നേഹത്തിലേക്ക് മടങ്ങി വരാനുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ നാടുകളിൽ ഉണ്ടാവണം. അതുകൊണ്ട് ഇന്ന് ഈ ദമ്പതി ധ്യാനത്തിൽ നമ്മൾ ഒന്നിച്ചു ചേർന്നിരിക്കുമ്പോൾ ആദ്യ സ്നേഹത്തിലേക്കുള്ള മടങ്ങിപ്പോകാം. ഇനി അതങ്ങനെ നിർവഹിക്കുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ ദൈവം തന്ന ദാനമായി നൽകിയ കുഞ്ഞുങ്ങളുണ്ട്. അക്കാര്യത്തിൽ നമുക്കൊരു ശ്രദ്ധ വേണം. അതിനകത്ത് നമ്മുടെ ഉത്തരവാദിത്വമുണ്ട്. ഒന്നാമത്തെ കാര്യം പറയുന്നു, മക്കളെ മാതാപിതാക്കൾ വളർത്തണം. എന്താണ് ഈ വളർത്തണം എന്നുള്ള വാക്കിന്റെ അർത്ഥം? അതിനർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, അവരുടെ വളർച്ചയിൽ ഒരു ശ്രദ്ധ വേണമെന്നുള്ളത്. അവർ സ്വാഭാവികമായിട്ട് വളരുകയല്ല, അവർക്ക് ആവശ്യമുള്ള പ്രോത്സാഹനം, അവർക്ക് ആവശ്യമുള്ള പ്രബോധനം, അവർക്ക് ആവശ്യമുള്ള തിരുത്തലുകളൊക്കെ നൽകാൻ നമുക്കൊരു ബാധ്യതയുണ്ടെന്നുള്ള ഓർമ്മപ്പെടുത്തലാണ്. പ്രിയപ്പെട്ടവരെ, രണ്ടാമത് പറയുകയാണ്, മക്കളെ വളർത്തുമ്പോൾ മക്കളെ സ്നേഹിക്കണം. എനിക്ക് തോന്നുന്നു എന്റെ ഹൃദയം തൊട്ട മനോഹരമായ ഒരു സംഭവമുണ്ട്. ഒരിക്കലൊരു കൊച്ചുകുഞ്ഞാണ്, 5 വയസ്സുള്ളൂ. ഈ 5 വയസ്സുള്ള കുഞ്ഞ് നാട്ടിലെ IT മേഖല ജോലിയുള്ള അപ്പനും അമ്മയാണ്. ഈ അപ്പനും അമ്മയ്ക്ക് ഈ കുഞ്ഞുണ്ടായി. അപ്പൊ അപ്പനും അമ്മയും ഓഫീസിലെ ജോലി കഴിഞ്ഞിട്ട് അവർക്ക് കിട്ടിയ ആ അസൈൻമെന്റ് പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് കഠിനാധ്വാനം ചെയ്യുക. അവരിങ്ങനെ കഠിനാധ്വാനം ചെയ്ത് മുന്നേറുമ്പോ അവർ ഓഫീസിലെ ജോലി കഴിഞ്ഞിട്ട് വീട്ടിലും വന്ന് അല്പനേരം കൂടെ വർക്ക് ചെയ്താലേ തീരുള്ളൂ. അപ്പൊ അങ്ങനെ അവർക്ക് കിട്ടിയ മിഷൻ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് അപ്പനും അമ്മയും അവധി ദിവസവും വളരെ കഠിനമായിട്ട് അധ്വാനിക്കുക. 5 വയസ്സുള്ള ഇവൻ സ്കൂളിൽ അവധി ആയതുകൊണ്ട് രാവിലെ എഴുന്നേറ്റപ്പോൾ വലിയമ്മച്ചി വന്ന് അവനെ എഴുന്നേൽപ്പിച്ച കാര്യങ്ങളൊക്കെ നിർവഹിച്ചു. കുറച്ചു നേരം അവൻ അവിടെയൊക്കെ നിന്നു. അല്പനേരം TV കണ്ടു. TV കണ്ടു കഴിഞ്ഞപ്പോൾ അവന് മടുത്തു. അപ്പനെ അമ്മ കൈ കിട്ടിയ ദിവസം അവർ രണ്ടുപേരും അവിടെ ഇരിപ്പുണ്ട്. ഇവൻ പതുക്കെ അപ്പന്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, പപ്പ, എനിക്ക് പപ്പായുടെ മുകളിൽ കയറി ഒന്ന് ആന കളിക്കാൻ ആഗ്രഹമുണ്ട്. കുഞ്ഞിന്റെ ആഗ്രഹം, എന്റെ പപ്പായുടെ മുകളിൽ കയറി ഒന്ന്. ഇവിടെയാണെങ്കിൽ 2 ലാപ്ടോപ്പുകൾ 2 കൈയും വെച്ചോണ്ട് ഇവിടെ മിഷൻ ചെയ്തുകൊണ്ടിരിക്കുക. അന്നേരമാണ് കൊച്ചു പറഞ്ഞു പറയുന്നത്, ആന കളിക്കണം. അപ്പം പറഞ്ഞു, പോടാ പോ, എനിക്ക് സമയം, അമ്മയോട് ചോദിക്കാം. അവൻ ഓടി അമ്മയുടെ അടുത്ത് ചെന്നു. അമ്മയാണെങ്കിൽ 2 സ്ഥാനത്ത് 3 ലാപ്ടോപ്പ് വെച്ചാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം സമയത്ത് കൊടുത്തില്ലെങ്കിൽ കമ്പനിക്കാർ കൊടുക്കും. അമ്മയെ ജോലി ചെയ്തോണ്ടിരിക്കുക. അമ്മയുടെ അടുത്ത് ചെയ്തപ്പോൾ അമ്മയെ പറഞ്ഞു, പോടാ പോന്ന് പറഞ്ഞു. ഇവൻ കുറച്ചു നേരം ഇങ്ങനെ അവിടെ ചുറ്റിപ്പറ്റി നിന്നിട്ട് വീണ്ടും അപ്പന്റെ അടുത്ത് വന്നു. അപ്പന്റെ അടുത്ത് വന്നിട്ട് അപ്പനോട് പറഞ്ഞു, അപ്പന് ഒരു ദിവസം ജോലി ചെയ്താൽ എത്ര രൂപ കിട്ടും? പുള്ളിക്ക് സന്തോഷം തോന്നി ആ ചോദ്യം കേട്ടപ്പോൾ. പുള്ളി ആ ലാപ്ടോപ്പിൽ നിന്ന് മാറ്റി വെച്ചിട്ട് മാസശമ്പളം എടുത്ത് നോക്കിയിട്ട് അതിനെ ദിവസമായിട്ട് 30 ചെയ്തിട്ട് അങ്ങനെ അവനോട് പറഞ്ഞു, മോനെ, എനിക്ക് ഒരു ദിവസം ഏതാണ്ട് 4000 രൂപ കിട്ടും. അത് കഴിഞ്ഞപ്പോൾ അവനോട് ഓടിപ്പോയി. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ കാണുന്നത് അവൻ കയ്യിൽ ഒരു 4000 രൂപയായിട്ട് വന്നിട്ട് അപ്പന്റെ കയ്യിലോട്ട് കൊടുത്തിട്ട് പറഞ്ഞു, ഇന്നാ 4000 രൂപ 1 മണിക്കൂർ എന്നോട് കളിക്കണം. അവന്റെ കുടുക്ക പൊട്ടിച്ചോണ്ട് വന്നു. പ്രിയപ്പെട്ടവരെ, മക്കളെ സ്നേഹിക്കണം. അതിനകത്ത് സമയം ഉണ്ടാകുകയല്ല, ഉണ്ടാക്കണം. അതുപോലെ തന്നെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം, മൂല്യങ്ങൾ പഠിപ്പിക്കണം, ലക്ഷ്യബോധമുള്ളവരാക്കണം, ക്ഷമ പഠിപ്പിക്കണം, പങ്കുവെക്കാൻ പഠിപ്പിക്കണം. ചുരുക്കത്തിൽ ഒരു മാതൃകയായിട്ട് നമ്മൾ മാറണം. നമ്മളെല്ലാവരും സ്ട്രെസ്ഫുള്ളായ ഒരു ലോകത്താണ് ജീവിക്കുന്നത്. എല്ലാവരും ജോലി ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും വലിയ സ്ട്രെസ്സിന്റെ നടുക്കാണ്. അതുകൊണ്ട് തന്നെ കുടുംബങ്ങളിലൊക്കെ പൊട്ടിത്തെറി ഉണ്ടാകാൻ വളരെ എളുപ്പമാണ്. കാരണം എനിക്ക് തോന്നുന്നു കുഞ്ഞുങ്ങളൊക്കെ
മനസ്സിലാക്കുന്നുണ്ടെന്ന് അറിഞ്ഞുകൂടാ. അപ്പനും അമ്മയും ഒക്കെ അവരുടെ ഔദ്യോഗിക സ്ഥലത്ത് ഏൽക്കുന്ന വേദനകൾ എന്തുമാത്രം ഉണ്ടെന്ന്, കൊണ്ടുവരുന്ന പൈസയ്ക്ക് മുമ്പില് എന്തുമാത്രം വേദനകളും ആക്ഷേപങ്ങളും ഒക്കെ ഏറ്റാണ് പൈസ കൊണ്ടുവരുന്നത്. എന്തോരം മുറിവുകൾ ഏറ്റിട്ടാണ് കൊണ്ടുവരുന്നത് പലപ്പോഴും കുഞ്ഞുങ്ങൾ അറിയുന്നില്ലെന്നൊരു ദുഃഖമുണ്ട്. എന്തുവാകട്ടെ, അത് അറിയിച്ചു കൊടുക്കാൻ നമുക്ക് ബാധ്യതയുണ്ട്. നമ്മുടെ കൺവെൻഷന്റെ ഒടുവിലത്തെ ദിവസം ഇത് അവസാനിക്കുമ്പോൾ നിങ്ങൾക്കൊരു അസൈൻമെന്റ് ഞാൻ തരുന്നത് ഇങ്ങനെയാണ്. ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം വായിക്കണം. ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തില് 3 ഉപമകളാണ് നമ്മൾ കാണുക. ഒന്നാമത്തേത് കാണാതെ പോയ ആടിന്റെ ഉപമ. ആ ഉപമ അജ്ഞത കൊണ്ടാണ് ആട് ഓടിപ്പോയതെന്നാണ് പ്രതിപാദിച്ചിരിക്കുന്നത് വേദപണ്ഡിതന്മാർ. രണ്ടാമത്തെ ഉപമ കാണാതെ പോയ ആഭരണത്തിന്റെ ഉപമ. ഒരു സ്ത്രീക്ക് 10 ദ്രഹ്മ ഉണ്ടായിരുന്നു, അതിൽ 1 കണ്ണില്ല. ഇസ്രായേലിലെ ആ ആളുകളുടെ പ്രത്യേകിച്ച് വിവാഹ ആഭരണം, താലി പോലെ ഒരു വിവാഹ ആഭരണമാണെന്ന് പറയുക. അതിലെ ഒരെണ്ണം പോയെന്ന് പറഞ്ഞാൽ അത് വലിയൊരു കുഴപ്പമാണ്. അതവൻ അന്വേഷിച്ച് കണ്ടെത്തി. എങ്ങനെയാണ് അത് നഷ്ടപ്പെട്ടു പോയത്? അശ്രദ്ധ കൊണ്ടാണെന്ന് പറഞ്ഞത്. മൂന്നാമത്തെ ഉപമ മുടിയനായ പുത്രന്റെ ഉപമയാണ്. എങ്ങനെയാണ് ആ മുടിയനായ പുത്രൻ അപ്പന്റെ അടുക്കൽ നിന്ന് പോയത്? അതിനെക്കുറിച്ച് പറയുന്നു, അവന്റെ അഹന്ത കൊണ്ടാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ആദ്യ സ്നേഹം നഷ്ടപ്പെട്ടു പോയ അനുഭവത്തിൽ പൊതുവെ ഉണ്ടാകാൻ സാധ്യതയുള്ള 3 കാര്യങ്ങളാണ് അജ്ഞത, അശ്രദ്ധ, അഹന്ത. ഇന്ന് രാത്രിയിൽ പ്രിയപ്പെട്ടവരുടെ കൈ പിടിച്ചിട്ട് ഇങ്ങനെ ദൈവസന്നിധിയിൽ നമുക്കൊരു തീരുമാനമെടുക്കണം. എന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവം എന്നെ ഫലമേൽപ്പിച്ച, പുരോഹിതനിലൂടെ ഫലമേൽപ്പിച്ച ഈ പ്രിയപ്പെട്ടവളെ അത് ഏറ്റവും ഭംഗിയായി. പ്രത്യേകിച്ച് അച്ഛൻ ഓർമ്മിപ്പിച്ചല്ലോ നമ്മുടെ വിവാഹ കൂദാശയുടെ പ്രത്യേകത. അതിലെ കിരീടവാഴ്വിന്റെ ശുശ്രൂഷ ഒരു കുടുംബത്തിന്റെ രാജാവും രാജ്ഞിയുമായി. ആ രാജ്ഞി രാജാവിനെ പോലെ കരുതണം. ആ രാജാവ് രാജ്ഞിയെ പോലെ തന്നെ കരുതണം. എനിക്ക് തോന്നുന്നു ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് ഒരു കുടുംബം എങ്ങനെയാണ് സ്വർഗമാക്കുന്നത് എന്നുള്ള വിഷയം. ഒരു കുടുംബം സ്വർഗമാക്കുന്നത് ആദരവ് കിട്ടേണ്ടവർക്ക് ആ ആദരവ് കിട്ടുമ്പോഴുണ്ടാകുന്ന അനുഗ്രഹമാണ് സ്വർഗം. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഒരു കുടുംബത്തെ സ്വർഗമാക്കണമെങ്കിൽ ആദരവ് കൊടുക്കേണ്ടവർക്ക് ആദരവ്. ഒരു അപ്പന്റെ ആദരവ് കൊടുക്കണം, അമ്മയ്ക്ക് അമ്മയുടെ ആദരവ് കൊടുക്കണം, ഒരു ഭർത്താവിന് ഭർത്താവിന്റെ ആദരവ് കൊടുക്കണം, ഒരു ഭാര്യയ്ക്ക് ഭാര്യയുടെ ആദരവ് കൊടുക്കണം, മക്കൾക്ക് മക്കളുടെ അവകാശം കൊടുക്കണം. അങ്ങനെ കൊടുത്തു മുന്നേറുമ്പോഴാണ് നേരത്തെ പറഞ്ഞതുപോലെ നസ്രത്തിലെ കുടുംബത്തിന്റെ മഹത്വത്തിലേക്ക് നമ്മൾ വരുന്നത്. അവിടെ എന്തുകൊണ്ടാണ് നസ്രത്തിലെ കുടുംബം തിരുകുടുംബമായത്? അത് 3 കാര്യങ്ങളാണ്. ഒന്ന്, നീതിബോധമുള്ള ഒരപ്പൻ. തന്റെ പ്രിയപ്പെട്ടവളായി ചേർത്തു വെച്ച കന്യകമറിയാമമ്മയ്ക്ക് തന്റെ അവസാന ശ്വാസത്തോളം പാഷനേറ്റായിട്ടുള്ള സ്നേഹം കൊടുത്തു. ആ അമ്മയെ ചേർത്തു പിടിച്ച ജീവിതത്തിൽ പ്രതിസന്ധിയിലൊക്കെ നടന്നു. പറഞ്ഞതുപോലെ തന്റെ കുഞ്ഞിനെ സംരക്ഷിക്കാൻ ഓടേണ്ടി വന്നു. ഒരുപാട് പ്രതിസന്ധികളുടെ നടുവിൽ നീതിബോധമുള്ള അപ്പൻ ആ കുടുംബത്തിന് തണലായിത്തീർന്നു. അമ്മയുടെ പ്രത്യേകത, ധ്യാനമുള്ള അമ്മ എല്ലാ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. പ്രിയപ്പെട്ടവരെ, ആ അമ്മയുടെ ഹൃദയത്തിൽ സംഗ്രഹിച്ച ധ്യാനമുള്ള ജീവിതം, അതാണ് നസ്രത്തിലെ തിരുക്കുടുംബത്തെ ഏറ്റവും മനോഹരമായ കുടുംബമാക്കി മാറ്റുന്നത്. മൂന്നാമത്, യേശുതമ്പുരാൻ എന്ന അനുസരണമുള്ള കുഞ്ഞ്. വാസ്തവത്തിൽ ധ്യാനമുള്ള അമ്മയും നീതിബോധമുള്ള അപ്പനും അനുസരണയുള്ള ഒരു കുഞ്ഞും ചേരുമ്പോൾ ആ കുടുംബം നസ്രത്തിലെ കുടുംബമായിട്ട് രൂപാന്തരപ്പെടുക. അതിനാവശ്യം ആദ്യ സ്നേഹത്തിലേക്കുള്ള മടങ്ങി വരിക. അത് അശ്രദ്ധയും അജ്ഞതയും അഹന്തയും മൂലം കളഞ്ഞു പോകാതെ സൂക്ഷിക്കണം. എവിടെയാണ് പോയത്? ഏറ്റവും ലഹരിയുള്ള മധുരത്തിലേക്ക് ഇന്ന് രാത്രികാലം മടങ്ങി വരാനായിട്ട് സാധിക്കണം. നമുക്ക് ഈ നിമിഷം ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിക്കുന്ന നിമിഷങ്ങളാണ്. നമ്മളായിരിക്കുന്ന സ്ഥലത്ത് നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. നമ്മുടെ ധ്യാന ശുശ്രൂഷയുടെ അവസാന ദിവസം വിട്ടുനോമ്പിന്റെ അനുഗ്രഹത്തിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ, പരിശുദ്ധ ദൈവമാതാവിനെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ, അമ്മയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം നസ്രത്തിലെ തിരുകുടുംബത്തിന്, ആ കുടുംബത്തെ ഏറ്റവും മഹത്തരമായ മാതൃഭാവം കൊണ്ട് ധന്യമാക്കിയ അമ്മ എന്നുള്ള നിലയിലാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രികാലം നമുക്ക് നമ്മുടെ കുടുംബങ്ങളെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം.
നീതിബോധമുള്ള യൗസേപ്പ് പിതാവിനെ പോലെ ഒരനുഭവമാണോ ആ കുടുംബത്തിലെ പുരുഷനുള്ളത്? ധ്യാനമുള്ള ഒരമ്മയായ പരിശുദ്ധ അമ്മയുടെ മനോഭാവമാണോ ആ കുടുംബത്തിലെ അമ്മയ്ക്കുള്ളത്? യേശുദമ്പതിനെ പോലെ ദൈവസന്നിധിയിൽ അനുഗ്രഹമുള്ള അനുസരണമുള്ള മക്കളാണോ നമുക്കുള്ളത്? അതിനകത്ത് ആശങ്കപ്പെടേണ്ടതില്ല. കുഞ്ഞുങ്ങൾ തീർച്ചയായിട്ടും അവർ കുസൃതിയുള്ളവരാണ്. പക്ഷേ അവർ ചില കാര്യങ്ങളൊക്കെ ഹാസ്യമായിട്ട് നേടുന്നുണ്ട്. ഇപ്പൊ ഇവിടെ കുഞ്ഞുങ്ങളൊക്കെ ഓടി നടക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ആ കുഞ്ഞുങ്ങളൊക്കെ അറിയാതെ ചില ചിന്തകൾ അവരുടെ ഹൃദയത്തിലേക്ക് കടന്നു വരും. തീർച്ചയായിട്ടും അത് അവരുടെ ജീവിതത്തെ അനുഗ്രഹിക്കും. അതുകൊണ്ട് ഇന്ന് ഈ അനുഗ്രഹീതമായ ദിവസം ദൈവസന്നിധിയിലേക്ക് നമ്മളെ തന്നെ ഫലമേൽപ്പിക്കുമ്പോൾ നമുക്ക് ഒരു നിമിഷം നമുക്ക് നമ്മുടെ കൈകളെ കരങ്ങളെ ദൈവസന്നിധിയിലേക്ക് പോകാം. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. പ്രിയപ്പെട്ടവർ കൂടെ നിൽപ്പുണ്ട്. നമുക്കറിയാം, നമ്മൾ പറഞ്ഞതല്ലാതെ നമ്മളെ കുറിച്ച് നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ധാരണയില്ല. ഈ ജീവിതത്തിൽ ദൈവമേൽപ്പിച്ച കുടുംബജീവിതം എന്ന അനുഗ്രഹത്തിലേക്കുള്ള വഴിയിൽ എവിടെയാണ് വീഴ്ച വന്നതെന്ന് എനിക്ക് തമ്പുരാനും മാത്രമേ അറിയത്തുള്ളൂ. ഞാൻ അവിശ്വസ്തത കാണിച്ചോ, ദൈവമേൽപ്പിച്ച കുടുംബജീവിതത്തിൽ എന്തെങ്കിലും തകർച്ച എന്റെ നടപടി മൂലം വന്നോ, അതിന്റെ ഒരു ചെറിയ ശതമാനം മാത്രമേ അറിയത്തുള്ളൂ. ഇന്ന് രാത്രി പരിശുദ്ധ അമ്മയുടെ ജനന പെരുന്നാളിൽ അവളുടെ അനുഗ്രഹത്തിലേക്കുള്ള യാത്രയിൽ ഒരു ദൈവസന്നിധിയിൽ സമ്പൂർണമായിട്ട് നമ്മളെ സമർപ്പിക്കാം. എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ ഏൽപ്പിച്ച എന്റെ ജീവിത പങ്കാളിയെ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കാം. എന്റെ ദൈവമേ, നീ പരമേൽപ്പിച്ച കുടുംബം എന്ന അനുഗ്രഹത്തിന്റെ തടസ്സമായി എന്തെങ്കിലും എന്നിലുണ്ടെങ്കിൽ ഇതാ ഞാൻ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കാൻ സന്നദ്ധനാണെന്ന് ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. ഒരുപക്ഷെ ഏതെങ്കിലും മേഖലയിൽ പറഞ്ഞ വാക്കുകൊണ്ടോ ചെയ്തു പോയ പ്രവൃത്തി കൊണ്ടോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ നിമിഷം ദൈവമേ ഞങ്ങളോട് ക്ഷമിക്കണേ എന്ന് പ്രാർത്ഥിക്കാം. ഇന്ന് രാത്രി ഒരുപക്ഷെ ഹൃദയത്തിൽ അങ്ങനെ ഏതെങ്കിലും ഒരു മുറിവിനെ കുറിച്ച് ഓർമ്മയുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവളെ ഒന്ന് ചേർത്ത് പിടിച്ചിട്ട് പറയണം, എന്റെ മോളെ സോറി, എന്റെ പ്രിയപ്പെട്ടവനെ സോറി, ഞാൻ അറിയാതെ ചെയ്തു പോയി. ഇന്ന് രാത്രികാലം പറഞ്ഞാൽ നാളെ വൈകിട്ട് നീ ഇരിക്കുന്ന ഈ പെരുന്നാളിന്റെ ആചരണം അത് ഏറ്റവും അനുഗ്രഹമുള്ളതായി തീരും. പരിശുദ്ധ അമ്മ ഏറ്റവും സന്തോഷിക്കുന്നത് ആ സ്വർഗീയ അനുഭവത്തിലാണ്. പ്രിയപ്പെട്ടവരെ, ഒരിക്കലൊരു മനുഷ്യൻ ഇങ്ങനെ ഒരു റബ്ബിയോട് ചോദിച്ചു, ദൈവം സൃഷ്ടികർമ്മം നിർവഹിച്ചതിന് ശേഷം എന്താണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അറബി മറുപടി പറഞ്ഞു, ഇപ്പോൾ ദൈവം ചെയ്യുന്നത് കുടുംബങ്ങളെ സൃഷ്ടിക്കലാണ്. പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും ഇങ്ങനെ ഒരു കുടുംബ ജീവിതത്തിന്റെ അനുഗ്രഹത്തിലായിരിക്കുമ്പോ ദൈവത്തിന് നമ്മളെ കുറിച്ചൊരു പദ്ധതിയുണ്ട്. ജീവിതത്തിന്റെ സമ്പൂർണതയിൽ ദൈവസ്നേഹത്തിന്റെ നിറവിലേക്ക് പോകാൻ അതിന് വിരുദ്ധമായിട്ട് സംഭവിച്ചത് എന്ത് കാര്യമാണെങ്കിലും, ഇവിടെ പ്രതിപാദിച്ച ആദ്യ സ്നേഹത്തിന്റെ വിട്ടുപോകലിന് പറ്റിയ ഏത് മേഖലയാണെങ്കിലും ദൈവത്തിന്റെ സന്നിധിയിൽ അതിന് പരിഹാരമുണ്ട്. ഇന്നൊരു പുതുക്കിയ ജീവിത സാക്ഷ്യം കൊണ്ട് മടങ്ങാൻ നമുക്ക് സാധിക്കണം. ദൈവത്തിന്റെ കരുണ നമ്മളിലേക്ക് ഒഴുകിയിറങ്ങട്ടെ. ഇപ്പോൾ നമുക്ക് തൊട്ടടുത്ത് നിൽക്കുന്ന ജീവിത പങ്കാളിയുടെ കരങ്ങളെ ചേർത്ത് പിടിക്കാം. ജീവിത പങ്കാളിയുടെ കരങ്ങളെ ഒന്ന് ചേർത്ത് പിടിക്കാം. എങ്ങനെയാണോ പുരോഹിതൻ അന്ന് കൗദാശിക മധ്യേ പരിശുദ്ധാത്മ അഭിഷേകത്തിൽ നിങ്ങളുടെ കൈകളെ ചേർത്ത് പിടിച്ചത്, അതേ ആർജവത്തോടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ കൈകളെ ഒന്ന് ചേർത്ത് പിടിച്ച് ആ ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ നിന്ന് പുരോഹിതൻ നിർവഹിച്ചെങ്കിൽ ഇന്ന് സർവശക്തനായ ദൈവം നിങ്ങളുടെ ഇടയിൽ ഉണ്ടായിരിക്കുന്ന ആ വലിയ ബന്ധത്തെ ശക്തീകരിക്കുന്ന നിമിഷങ്ങളാണ്. ദൈവമേ, ഇതാ നിന്റെ മക്കൾ തിരുസന്നിധിയിൽ നിന്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിൽ നീ ഏൽപ്പിച്ചു കൊടുത്ത ഏറ്റവും അനുഗ്രഹകരമായ ഈ ജീവിതത്തെ അതിനെ മാറ്റിക്കൊണ്ട് ഈ ലോകത്തിന്റെ പല ഇമ്പങ്ങളിലും നിന്റെ കുഞ്ഞുങ്ങൾ തകർന്നു പോയെങ്കിൽ ഇതാ ഈ രാത്രിയിൽ നിന്റെ മക്കളുടെ ജീവിതത്തെ അവിടുന്ന് തിരിച്ചു വരയണമേ. ദൈവസന്നിധിയിൽ ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കാം. എന്റെ കർത്താവേ, എന്നെ ഏൽപ്പിച്ച കുടുംബത്തെ അനുഗ്രഹിക്കുന്നു. ദൈവം തന്ന ദാനമാണ് മക്കൾ. എത്ര ദമ്പതിമാരാണ് ഒരു കുഞ്ഞിന് വേണ്ടി കരഞ്ഞു പ്രാർത്ഥിക്കുന്നത്? എത്ര ദമ്പതിമാരാണ് തങ്ങൾക്ക് ലഭിച്ച കുഞ്ഞിന് വൈകല്യങ്ങൾ ഉണ്ടായിട്ട് ആ കുഞ്ഞിനോട് ചേർന്ന് ആകെ തകർന്നു പോകുന്നത്? നിനക്ക് ദൈവാനുഗ്രഹമുള്ള കുഞ്ഞുങ്ങളെ കിട്ടിയെങ്കിൽ എന്റെ ദൈവമേ, നീ അവരെ കുറിച്ച് ആഗ്രഹിക്കുന്നത് പോലെ മനോഹരമായിട്ട് അവരെ വളർത്താൻ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കും.
നിന്നെ വാങ്ങിച്ചു എന്നും നടത്തിയിടും താരയിൽ ഉള്ളം കരത്തിൽ നിന്നെ വാങ്ങിച്ചു എന്നും നടത്തിയിടും താരയിൽ അബ്രഹാമിന്റെ ദൈവമല്ലയോ അത്ഭുതങ്ങൾ ചെയ്യുകയില്ലയോ നീ അബ്രഹാമിന്റെ ദൈവമല്ലയോ അത്ഭുതങ്ങൾ ചെയ്യുകയില്ലയോ ചെങ്കടലിലോ വഴി തുറപ്പാൻ ഞാൻ എന്നും ശക്തനല്ലയോ ചെങ്കടലിലോ വഴി തുറപ്പാൻ ഞാൻ എന്നും ശക്തനല്ലയോ. നമുക്ക് നമ്മുടെ കുടുംബങ്ങളെ സമർപ്പിക്കുമ്പോൾ ദൂരത്തുള്ള നമ്മുടെ മാതൃകുടുംബമുണ്ട്, ആരോഗ്യമുള്ള കുഞ്ഞിനായിട്ട് പ്രാർത്ഥിക്കുന്നവരുണ്ട്, പിതാവിന്റെ കാലിലെ വെരിക്കോസിന്റെ രോഗബാധ മാറാൻ പ്രാർത്ഥിക്കുന്നവരുണ്ട്, ഇൻഫെക്ഷൻ മാറി സുഖം പ്രാപിക്കാൻ പ്രാർത്ഥിക്കുന്നവരുണ്ട്, നല്ല ജോലി ലഭിക്കാൻ പ്രാർത്ഥിക്കുന്നവരുണ്ട്, ആരോഗ്യം ലഭിക്കാൻ, ഇന്റർവ്യൂ പാസ്സാകാൻ, കുട്ടികളുടെ പേടി മാറാൻ, പ്രാർത്ഥിക്കാനുള്ള ചിന്ത ലഭിക്കാൻ, സഹോദരങ്ങൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസമാണ്, എക്സാം പാസ്സാകാൻ, മൈഗ്രേഷന്റെ കാര്യങ്ങൾ പൂർത്തീകരിക്കാൻ, കാലാവസ്ഥ മാനസികം പ്രാപിക്കാൻ, സർജറി നന്നായി നടക്കാൻ, മാതാപിതാക്കളുടെ ആരോഗ്യത്തിന് പ്രാർത്ഥിക്കുന്നവരുണ്ട്, ലിവർ രോഗം മാറിക്കിട്ടാൻ പ്രാർത്ഥിക്കുന്നു, കുട്ടികളുടെ അഡ്മിഷന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ദേഹാസ്വസ്ഥതകൾ മാറാൻ പ്രാർത്ഥിക്കുന്നു, വിവാഹം നടക്കാനായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരുപാട് മക്കളുണ്ട്, കുഞ്ഞുങ്ങളില്ലാത്ത ഒരുപാട് ദമ്പതികൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, എക്സാം പാസ്സാകുന്ന നന്ദി അറിയിച്ചിട്ടുണ്ട്, വളരെ ജോലിക്കായി പ്രാർത്ഥിക്കുന്നവരുണ്ട്, ഭവന നിർമ്മാണം പൂർത്തീകരിക്കാനൊക്കെ വേണം പ്രാർത്ഥിക്കുന്നവരുണ്ട്. നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ മുഴുവൻ നമുക്ക് ഭാഗ്യവതിയായ അമ്മയുടെ മധ്യസ്ഥതയെ സമർപ്പിച്ച് ഈ സന്ധ്യയിൽ നമുക്ക് പ്രാർത്ഥിക്കാം.